ഇപ്പോൾ നമ്മൾ വന്നു അദ്ദേഹത്തിൻ്റെ പി.കെ. കൃഷ്ണൻ എന്നുള്ള ആ മുൻ MLA-യുടെ അദ്ദേഹത്തിൻ്റെ മകൻ വന്നു ഇവിടെ പറഞ്ഞു ഇത് കള്ളമാണ് എന്ന് പറയുന്നു. അവർ വാങ്ങില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരതിൽ വിതുമ്പതിൽ എനിക്ക് സങ്കടമുണ്ട് എന്നൊക്കെ പറയുന്നു. ഇത് നമ്മൾ ഉടനടി ആ ഒരു കള്ളം ഇങ്ങ് പൊളിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞില്ല ഈ അസംഖ്യം നമ്മളാരും ശ്രദ്ധിച്ചില്ല. ഈ കർമ്മയുടെ ഇങ്ങനെ ഇത് പോകുന്നുണ്ടോ, ജനത്തിൻ്റെ കാർഡുകൾ പോകുന്നുണ്ടോ എന്ന് പലരും ശ്രദ്ധിക്കാത്ത പലരുമുണ്ട്. പക്ഷേ ഇത് പോയ അസംഖ്യം സ്ഥലങ്ങളുണ്ട് ഇത് മുഴുവൻ. അങ്ങനെയുള്ള ആളുകൾ കുറച്ച് നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ രാഷ്ട്രീയമായി ആയുധമാക്കും. ആ സമയത്ത് നമ്മളിത് അന്വേഷിക്കണം. ഇപ്പോഴന്വേഷിക്കാത്തവരും നമ്മളത് അപ്പോഴന്വേഷിക്കുമോ? ഈ ജനങ്ങൾ, ഇവിടെയുള്ള മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും നമ്മളെപ്പോലുള്ളവർ ഉറപ്പായാലും സത്യം പറയാൻ മുന്നോട്ട് നിൽക്കും. ഇല്ല, ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത്. അതായത് ഞാൻ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി ഒരു കാര്യത്തിൽ ഫാക്ച്വൽ അല്ലാത്തൊരു കാര്യം പറയുമ്പോൾ പോലും ഉടനടി പ്രതിരോധിക്കാൻ അവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് പറ്റുന്നില്ല ചില ഘട്ടങ്ങളിലെങ്കിലും. അതിൻ്റെ പിറ്റേത്തെ ദിവസമോ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമോ ഇതിലിപ്പോൾ ദേശാഭിമാനിയുടെ കാര്യത്തിൽ വിഴിഞ്ഞത്തിൽ ദേശാഭിമാനിക്ക് എവിടെ നിന്ന് ഈ വിവരങ്ങൾ കിട്ടിയെന്ന് ചോദിക്കുമ്പോഴത്തേനും അവിടെ ഇരിക്കുന്ന ദേശാഭിമാനി ലേഖകന് പോലും പറയാൻ പറ്റില്ല. എക്കണോമിക് ടൈംസിലും അത് കഴിഞ്ഞ് മാതൃഭൂമിയിലും വന്നിട്ടാണ് ദേശാഭിമാനിയിൽ ഇത് വന്ന് എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വിടവ് ചിലപ്പോൾ സംഭവിക്കും. അപ്പോൾ നമുക്കിത് ലളിതമായി കാണാൻ പറ്റില്ല. പിന്നെ പി.കെ. ശ്രീമതി ടീച്ചർ അവർ കരയുന്ന കാര്യം ഞാൻ വിചാരിക്കുന്ന ഒരു സ്ത്രീയെ കായികപരമായി ആക്രമിക്കുന്ന അതേ ആഘാതം, അതേ പ്രഹരമുണ്ടാക്കാൻ ഇത്തരം സൈബർ ആക്രമണങ്ങൾക്കും പറ്റും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതേ ആഘാതം അവർക്ക് ദേഹത്ത് മുറിയുന്ന അതേപോലെ തന്നെ മനസ്സിന് മുറിഞ്ഞിട്ട് അതുപോലെയുള്ളൊരു വേദന ഉണ്ടാകുമെന്നുള്ളതാണ്. നമുക്ക് എത്ര ഉദാഹരണങ്ങളുണ്ട് ഈ കാര്യത്തിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ. പിന്നെ അതുമാത്രമല്ല, ഇതൊക്കെ കൊടുക്കുന്ന മാധ്യമങ്ങൾക്ക് കൂടി നമ്മുടെ ഗവൺമെൻറ് തലത്തിലടക്കം സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും അധികം ന്യൂനപക്ഷ വിരുദ്ധത പറഞ്ഞ ഒരു മാധ്യമത്തിൻ്റെ മുതലാളിയല്ലേ പിടിച്ചിരുന്ന ഇഫ്താർ വിരുന്നിന് നമ്മുടെ മുഖ്യമന്ത്രി ക്ഷണിച്ചതെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഭരണതലത്തിലൊരു സ്വീകാര്യതയുണ്ട്. അപ്പോൾ അവർക്ക് എന്താ വീണ്ടും വീണ്ടും ഇത് കൊടുക്കില്ലേ? അതായത് സ്വാഭാവികമായും ഇങ്ങനെയുള്ള കണ്ടന്റുകൾ തള്ളിവിടുന്ന ആളുകളെ നമ്മൾ ഒന്ന് സൂക്ഷിക്കില്ലേ? ഇത് ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ, അത് കഴിഞ്ഞിട്ടുള്ള അല്ലാതെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ അടക്കം വിളിച്ചുകൊണ്ട് മറ്റേതെങ്കിലും എക്സ്പ്രഷനായിട്ടായാലും മറ്റു വാർത്തകളായിട്ടാണെങ്കിലും അത് പൊക്കോട്ടെ, അതിങ്ങനെ ജനങ്ങളിൽ പ്രചരിച്ചോട്ടെ. തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അത് ഞാനതിൽ തൂങ്ങിയാടിയില്ല എന്നൊക്കെ പറഞ്ഞ് അത് തിരുത്താം എന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെയാണ് നമുക്ക് മുകളിലിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു വാർത്തകൾ വരാതിരിക്കുക? എങ്ങനെയാണ് ഈ സൈബർ ആക്രമണത്തിന് ഇവിടെ തടയിടാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ആരാണോ തടയിടേണ്ടത് അവരൊക്കെ തന്നെ ഇവരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ട് പോലും അതിന് വളം വെച്ച് കൊടുക്കുന്നവരാണ്. ഞാൻ നേരത്തെ ഉള്ള മാധ്യമ മുതലാളിയെ പറ്റി പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം ആരാണ് അദ്ദേഹം എന്നുള്ളത്, ആരെയൊക്കെയാണ് ഇവിടെ സൽക്കരിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതൊരു തെറ്റായ സന്ദേശമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം CS സുജാതയെ പോലുള്ള ഒരാളുകൾ വന്ന് പറഞ്ഞു മറുവാളയത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള മുതിർന്ന നേതാക്കളാണ് അവരെ പറ്റി അസഭ്യവും അപവാദവും പറഞ്ഞിരിക്കുന്നത്. നേരത്തെ G. സുധാകരനെ പോലെയുള്ള ആളുകൾ അത് നമ്മൾ കാണുകയല്ലേ ഇവിടെയുള്ളവർ. അപ്പോൾ അത് മാത്രവുമല്ല, ഇനി KK ശൈലജയെ പോലുള്ള ആളുകൾ ഇനി പോട്ടെ. ഈ സർക്കാരിലെ മന്ത്രി ബിന്ദു, അവർ ഒരു പൊതുപരിപാടിയിൽ പോകുമ്പോൾ അവരുടെ തല എടുത്തിട്ടില്ലത്രേ ഫോട്ടോയിൽ, മറ്റ് ശരീരഭാഗങ്ങളാണ് എടുത്തിരിക്കുന്നത്. ആ ശരീരഭാഗങ്ങൾ എടുത്തതുകൊണ്ട് മറ്റാരുടെയൊക്കെയോ തല വെച്ചുകൊണ്ട് ആ കാർഡുകളായും അല്ലാതെയായിരിക്കും പ്രചരിപ്പിക്കാം. ആർക്കാണ് ഇവിടെ ശേഷിയുള്ളത്? ഞാൻ പറയുന്നത് ഇത്തരം ചെയ്തികൾ ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് ഇവിടെ അളം വെച്ച് കൊടുക്കുകയാണ്. ആ അളം വെച്ച് കൊടുക്കുന്നത് ഒരു തെറ്റായ വളം വെച്ച് കൊടുക്കുക. ശരി, നാട്ടിലാണ് എങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊരു തെറ്റായ പ്രവണതയാണ്. അങ്ങനെ വളം വെച്ച് കൊടുക്കുന്നതല്ല, നമ്മൾ ലോപിക്കലാണല്ലോ. നമ്മള് വേഗം എന്നുള്ളത് ബേം എന്നല്ലേ പറയുന്നത്. സത്യം ലോപിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ.